CPM ക്രിമിനൽ അർജുൻ ആയങ്കിയെ തലശ്ശേരി CJM കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചത്. വെള്ളിയാഴ്ച 11:30 വരെയാണ് കസ്റ്റഡി. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, 3 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ? ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ. ഈ അർജുൻ ആയങ്കിയുടെ പിടികൂടിയ സമയത്ത് അയാളുടെ പക്കൽ നിന്ന് അയാളുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. ഇത് കണ്ടെത്താൻ അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന്. ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് അന്വേഷണ സംഘം തലശ്ശേരി CJM കോടതിയിൽ അപേക്ഷ നൽകിയതും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടതെങ്കിലും 3 ദിവസത്തെ കസ്റ്റഡി പോലീസ് കോടതി അനുവദിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നൊരു നിലപാടാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. അതേസമയം ചില വാദങ്ങൾ പ്രതിഭാഗവും കോടതി ഉന്നയിക്കുകയുണ്ടായി. ഈ ചില കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് ഉണ്ടാകുന്നതടക്കമുള്ള ഒരു കാര്യം ഈ സമയത്ത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതായാലും 3 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ കോടതി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസം ഏതാണ്ട് 11:30 തിരിച്ച് കോടതി ഹാജരാക്കണമെന്ന ഉപാധിയോടുകൂടിയാണ് നിലവിൽ ഈ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 3 ദിവസം കൊണ്ട് തന്നെ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ശരി മിഥുൻ, എന്തായാലും അർജുൻ ആയങ്കിയെ തലശ്ശേരി CJM കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.